ഹായ്, ഞാൻ അതിജീവ. നമ്മൾ ഇന്ന് പ്രൊജക്ടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ചർച്ച ചെയ്തു. സർവേ പോയി. നീ സർവേ പോയില്ലേ? പിന്നെ ഞാനൊരു 10-14 വീടോളം സർവേ പോയി. അതിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 100-90% ആൾക്കാരും ഡോക്ടറെ പഴയ കുറിപ്പടി വെച്ച് മരുന്ന് വാങ്ങുന്നവരും പിന്നെ ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വാങ്ങുന്നവരും. അതുപോലെ തന്നെയാണ് ഞാൻ സർവേ ചെയ്തപ്പോഴും കണ്ടത്. നമ്മൾ ചെയ്യുന്ന 100-90% ആളുകളും ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടോ പിന്നെ പഴയ കുറിപ്പടി ഇല്ലാതെയും കൊണ്ടുമാണ് ചെയ്യുന്നത്. ഇനി നീ മറ്റേ ഡോക്ടർമാരെ സർവേ ചെയ്യില്ലേ? നീ ചെയ്തപ്പോൾ അവർ പറഞ്ഞു OTC കൗണ്ടർ, അതായത് ഓവർ ദ കൗണ്ടർ എന്നുള്ളൊരു മെഡിസിൻ എല്ലാവിധ ആളുകൾക്കും കൊടുക്കാവുന്നതാണ് ഈ ഫാർമസിയിൽ കുറിപ്പടി ഇല്ലാതെ. പക്ഷെ അതും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ അത് പിന്നെയും ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈ ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ. ഞാനിപ്പോ നമ്മളെ വൈദ്യങ്കോടെന്നുള്ള ഒരു ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ അറിഞ്ഞാണ്. അതെ, ഞാനും ആ ഡോക്ടറെ തന്നെയാണ് പോയത്. ഈ ആന്റിബയോട്ടിക്സ് ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റത്തില്ല. ആ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് വേദന സംബന്ധികൾ അങ്ങനത്തെ ഉള്ളതാണ്. അത് ഞാൻ ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു അത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നാലും ചില ഫാർമസികളിൽ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയും കൊടുക്കാറുണ്ട്. പക്ഷെ അതിനെ കുറിച്ചുള്ള ഒരു ദൂഷ്യഫലങ്ങൾ അവർക്ക് അറിയുമെങ്കിൽ കൂടി അത് അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടും അത് വിൽക്കാറുണ്ട്. അങ്ങനെ കൊടുക്കരുത് എന്നാണ് ശരിക്കും റൂള്. മറ്റു രാജ്യങ്ങളിലൊക്കെ റൂള് ഭയങ്കര സ്ട്രെങ്ത് ആക്കി വെച്ചിരുന്നു. നമ്മളെ രാജ്യത്ത് മാത്രം ആ റൂൾ അത്ര പിടിച്ചിട്ടില്ല. കാരണം നമ്മളെ ഫാർമസികളിൽ ഇപ്പൊ പോയിട്ട് നീ ചോദിച്ചോ ഒരു പനിയുടെ മരുന്ന് ചോദിച്ചാൽ നിനക്ക് മരുന്ന് കിട്ടും. നമ്മുടെ രാജ്യത്തുള്ള നിയമം വളരെ കുറവാണ്. അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തണം. പിന്നെ നീ എന്തൊക്കെ ചെയ്തു ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്? ഞാനിവിടെ ക്ലാസ് തല സർവേ നടത്തി. അതിൽ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ വളരെ അധികം കാണുന്നില്ല. പക്ഷെ മുതിർന്ന ക്ലാസ്സിലുള്ള UP തലത്തിലുള്ള കുട്ടികളാണ് അത് ഗുരുതരമായി കണ്ടുവരുന്നത്. അത് ഈ വലിയ കുട്ടികൾ ഇങ്ങനെ മരുന്ന് കഴിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാവാം. ചിലപ്പോൾ അങ്ങനെയാവാം. കുട്ടികളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ചില ക്ലാസ്സുകളിൽ മുഴുവൻ കുട്ടികളും അങ്ങനെ കാണുന്നത്. ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ മരുന്നുകൾ അത് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറെ ആഡുകളുണ്ട്. ആ ആഡുകൾ കണ്ട് മരുന്ന് വാങ്ങുന്നതിന് പല പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് തന്നെ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യമുണ്ട്. ആ ആഡിന് തന്നെ നമ്മൾ അത് തേച്ച് കഴിഞ്ഞു വിചാരിച്ച് പല്ല് വേദനയ്ക്കൊക്കെ അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് തേച്ച് കഴിഞ്ഞാല് നമുക്ക് ആ പല്ലുവേദന പോകും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും. നമ്മള് വീണ്ടും അത് തേക്കും. അപ്പൊ അത് ആ മാർക്കറ്റിങ്ങിന് കുറച്ച് നല്ല കാര്യമായതുകൊണ്ട് ഒരു അഡിക്ഷൻ പോലെയാണ് ആ ടൂത്ത് പേസ്റ്റ് നമ്മളെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ടെലിവിഷനിലെ പരസ്യങ്ങളിലും അതുപോലെയുള്ള കളിക്കുന്നത് ഈ അമൃതാഞ്ജൻ, അങ്ങനെയുള്ള പരസ്യങ്ങൾ മുട്ടുവേദനയ്ക്ക്, തലമം അവരൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ തേക്കുമ്പോൾ മാറും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും. അത് ആ മാർക്കറ്റിങ്ങിന് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ സ്വയം ചികിത്സ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബ്, ChatGPT, ഫ്ലെക്സിബിലിറ്റി അങ്ങനെയുള്ള കുറെ AIകളും കുറെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിച്ച് കുറെ വീഡിയോസ് കണ്ട് ഇവര് അതന്നെ ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അതില് വലിയ കാര്യമൊന്നുമില്ല. അത് കഴിക്കുന്നതിലൂടെ രോഗം മാറുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതുള്ള ഈ നിയമത്തിന്റെ വലിയ ഇത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ അന്ന് മധ്യപ്രദേശിൽ കണ്ടില്ലേ ഈ കച്ചറപ്പ് കുടിച്ചിട്ടും കുട്ടികൾ മരിച്ചത്. 17 കുട്ടികൾ മരിച്ചു. അതെ, ഇപ്പൊ 20 മരണമായി. പിന്നെ 5 ഗുരുതരാവസ്ഥ. അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തത്. ഒരു കമ്പനിയും പൊട്ടിച്ചു. പിന്നെ അത് മാത്രമല്ല അതിന്റെ അവസാനത്തേതാണെന്ന് തോന്നുന്നു ഒരു തലച്ചോറിനുള്ള ക്യാൻസറിന്റെ മരുന്ന്, കരൾ ക്യാൻസറിന്റെ മരുന്ന് കൊടുത്തു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇനിയും അതിന് ചർച്ച ചെയ്യാം. അതൊക്കെയാണല്ലേ പ്രൊജക്ട് കിട്ടിയത്. നമുക്ക് ഇനിയും ചർച്ച ചെയ്ത്